അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശുക്രിന്റെ ബാക്കി തന്നെയാണ് എന്ന് പറയുന്നത്. രോഗങ്ങളെ പൊതുവെ രണ്ട് രീതിയിലാണ് നമ്മൾ സമീപിക്കാറ്. ഒന്നാമത്തേത്, ചെറിയ ചെറിയ നമ്മുടെ ബോഡിക്ക് വരുന്ന ചേഞ്ചസ് ഉണ്ടാവില്ലേ? അതായത് രോഗം ഒന്നും ആയിരിക്കില്ല, ചിലപ്പോൾ നമ്മുടെ തോന്നലിൽ നിന്നുണ്ടാവുന്നത്, അല്ലെങ്കിൽ ചെറിയൊരു ആക്ഷൻ എടുത്താൽ മാറുന്ന കേസായിരിക്കും. പക്ഷെ ആ ആക്ഷൻ എടുക്കാതെ നമ്മളത് ഇങ്ങനെ പറഞ്ഞ് 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 നമ്മുടെ ബ്രെയിൻ തന്നെ വിചാരിക്കുക എനിക്ക് അങ്ങനെയാണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഉദാഹരണത്തിന്, ഒരു തലവേദന. എനിക്ക് രാവിലെ മുതലേ തലവേദനയാ, അത് മാറിയിട്ടേയില്ല, എണീച്ചാൽ ഇങ്ങനെ തന്നെയാ എന്ന് പറയുന്ന ഒരു സ്വഭാവം. ഈ തലവേദന എന്ന് പറയുന്നത് നമ്മളിൽ ചിലപ്പോൾ അത് വെള്ളം കൂടി കുറഞ്ഞതിന്റെ ഫലമായിട്ട് ഉള്ളതായിരിക്കും. പക്ഷെ നമ്മൾ അതിന്റെ ആക്ഷൻ എടുക്കൂല. പക്ഷെ നമുക്ക് എന്താണ് എപ്പോഴും എനിക്ക് തലവേദനയാണ് തലവേദനയാണ്. ഇതുപോലെ എല്ലാ വേദനകളും ഉണ്ടാവും. ചിലപ്പോൾ ഭയങ്കര ഗ്യാസ് എന്ന് പറയും. ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, എന്നും ഭയങ്കര ഗ്യാസാണ്. സംഭവം ഫുഡ് നമ്മൾ എന്താണ് അതൊന്ന് ഓർഡറിൽ നല്ല രീതിയിൽ കഴിച്ചു കഴിഞ്ഞാൽ മാറുന്ന കേസായിരിക്കും. ഞാൻ പറഞ്ഞത് കറക്റ്റ് പോയിന്റിൽ തന്നെ എടുക്കണം. അതായത് എല്ലാ തലവേദനയും എല്ലാ ഗ്യാസും ഇങ്ങനെയാണ് എന്നല്ല ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം. നമുക്ക് രോഗമില്ലാത്തൊരവസ്ഥയായിരിക്കും, പക്ഷെ നമ്മുടെ തന്നെ പറച്ചിൽ കൊണ്ട്, നമ്മുടെ തന്നെ നമ്മൾ വിചാരിക്കുന്നത് കൊണ്ട് മാത്രം നിസ്സാരമായിട്ടുള്ള സംഗതികളിലൂടെ നമ്മൾ രോഗിയാണ് എന്ന് നമുക്ക് തന്നെ തോന്നുന്ന അവസ്ഥ. അതായത് നമ്മളിങ്ങനെ വീട്ടിൽ വരുന്ന ആളുകളോടും പറയും, എന്തൊരു കാലുവേദനയായിരുന്നു, എന്തൊരു വയറുവേദനയായിരുന്നു എന്ന് പറയും. ഇനി ആരെങ്കിലും ഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരോടും പറയും, ഇന്ന് ഭയങ്കര തലവേദനയായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിങ്ങനെ, അതായത് രോഗമല്ല, നമ്മൾ തന്നെ നമ്മളെ പറഞ്ഞ് 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 രോഗിയാക്കുന്ന ഒരവസ്ഥ. അതായത് കുഞ്ഞു കുഞ്ഞു വേദനകൾ, കുഞ്ഞു കുഞ്ഞു ബോഡിയുടെ ചേഞ്ചസുകളൊക്കെ നമ്മൾ എന്താക്കാം, അതിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പെരുപ്പിച്ച് പെരുപ്പിച്ച് നമ്മൾ ബ്രെയിനിനെ തന്നെ നമ്മൾ തന്നെ വിശ്വസിപ്പിക്കാം. എനിക്ക് എന്തോ പ്രശ്നമുണ്ട്, എനിക്ക് എന്തോ കുഴപ്പമുണ്ട് എന്നുള്ളത്. ഇതാണ് രോഗത്തെ നമ്മൾ കാണുന്ന ഒരു രീതി. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത്, ഈ ക്രോണിക് ഡിസീസ് ഉണ്ടാവില്ലേ? അതായത് എന്താണ്, ഇത്തിരി അസുഖമാണ്, ഇത്തിരി രോഗം എന്താണ്, ഇത്തിരി ബുദ്ധിമുട്ടുള്ള രോഗമാണ് എന്നൊക്കെ ഉള്ള അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, അതും അല്ലെങ്കിൽ അത്തരം രോഗങ്ങൾക്കുള്ള ഒരു മേജർ ട്രീറ്റ്മെന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ആരും അറിയാതിരിക്കാൻ ശ്രമിക്കും. ആദ്യത്തെ നമ്മൾ എന്താ പറഞ്ഞത്, പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും ഇല്ല, നമ്മൾ തന്നെ പറഞ്ഞ് 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 എല്ലാവർക്കും അറിയാം അവൾക്ക് എപ്പോഴും തലവേദനയാവും, അവൾക്ക് എപ്പോഴും വയറുവേദനയാവും, അവൾക്ക് എപ്പോഴും കാലുവേദന എന്നുള്ളത്. രണ്ടാമത് പറയുന്നത്, മേജർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, അതും അല്ലെങ്കിൽ ക്രോണിക് ആയിട്ടുള്ള എന്തെങ്കിലും ഡിസീസ് വന്നു കഴിഞ്ഞാൽ അത് ആരും അറിയാതിരിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കുക. അത് ഈ പേഷ്യന്റിന്റെ പേഷ്യന്റിന്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും ഫാമിലി നിൽക്കുക. പേഷ്യന്റിന് അത് ആരോടും പറയുന്നത് ഇഷ്ടമല്ലെങ്കിൽ ഫാമിലിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ അതിനെന്താക്കുക, അതിങ്ങനെ ആരും അറിയരുത് എന്ന കാരണം കൊണ്ട് അതിനെ ഇങ്ങനെ പൊത്തി 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 അങ്ങനെ വെക്കുക. ഇതാണ് രോഗങ്ങളുമായിട്ടുള്ള നമ്മുടെ രണ്ട് സമീപനം എന്ന് പറയുന്നത്, പൊതുവെയുള്ള രണ്ട് സമീപനങ്ങൾ. ഇതില് ഈ ആദ്യം പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, അത് നമ്മൾ ചെയ്യാനേ പാടില്ല. കാരണം എന്താ അറിയോ, അതൊരു നെഗറ്റീവ് ടോക്കാണ്. അത് നമ്മൾ വിചാരിക്കും നമ്മൾ മറ്റുള്ളവരോടാണ് പറയുന്നത് എന്നിങ്ങനെ വിചാരിക്കും. പക്ഷെ അതിന് മുന്നേ നമ്മളോട് അതിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് എനിക്ക് തലവേദനയാണ്, എനിക്ക് ക്ഷീണമാണ്, രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റൂല എന്നുള്ളത് നമ്മളോട് തന്നെ ഇങ്ങനെ പറഞ്ഞ് 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 അതിലൂടെ എന്താ സംഭവിക്കാന്നറിയോ, പിന്നെ നമ്മൾ അങ്ങനെ തന്നെ ആവും. പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ബ്രെയിൻ പറയാ, എനിക്കിന്ന് തലവേദനയാണ്, നീ അവിടെ കിടന്നോളാം, എനിക്കിന്ന് ക്ഷീണമാണ്, നീ അവിടെ കിടന്നോളാം എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മൾ നമ്മളെ തന്നെ ആക്കുന്ന സാധനമാണ് ഇത്. നമുക്കൊന്നും ഇല്ലാതെ തന്നെ ഇങ്ങനെ എല്ലാ ആളുകളോടും അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. നേരെ മറിച്ച് രണ്ടാമത്തെ സംഭവം ഉണ്ടല്ലോ, രണ്ടാമത്തെ സംഭവം അത്യാവശ്യം നമ്മുടെ കുടുംബം അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദങ്ങളോടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് ഓപ്പൺ ആയിട്ട് നമ്മളത് പറയുമ്പം അവിടെ സംഭവിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സ്ട്രെസ് റിലീഫ് ആയിരിക്കും അത്. അതായത് ഇങ്ങനൊരു അസുഖം എനിക്കുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മേജർ ട്രീറ്റ്മെന്റ് എനിക്കുണ്ട് എന്നുള്ളത് മറ്റുള്ള ആളുകൾ അറിയാതിരിക്കാൻ നമ്മളത് പൊത്തിവെക്കുക, നമ്മളത് മൂടി വെക്കുക, നമ്മളതിനെ ഒളിച്ചു വെക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് അത് സിമ്പിളായിട്ടുള്ള കാര്യമേ അല്ല. അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. അത് സിമ്പിളായിട്ടുള്ള കാര്യമേ അല്ല. അത് നമ്മൾ എത്രത്തോളം നമ്മൾ അതിനെ മറച്ചു വെക്കാനും ഒളിച്ചു വെക്കാനും ശ്രമിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ
നമുക്ക് അതിന്റെ സ്ട്രെസ് കൂടും. രോഗിയെ സംബന്ധിച്ചിടത്തോളം ഈ സ്ട്രെസ് അനുസരിച്ച് എന്താ സംഭവിക്കുക എന്നറിയാം, ഹീലിങ്ങിനുള്ള എല്ലാ തടസ്സങ്ങളും അതിലുണ്ടാവും. അതായത് രോഗാവസ്ഥ കൂടും എന്നല്ലാതെ രോഗാവസ്ഥ എന്ത് ചെയ്യൂല, അത് കുറയുന്ന അല്ലെങ്കിൽ അതിനൊരു ആശ്വാസം ഉണ്ടാവുന്ന ഒരു അവസ്ഥ അതിലൂടെ ഉണ്ടാവില്ല. കുടുംബക്കാർ മൊത്തത്തില് സ്ട്രെസ്സായിരിക്കും. അതാ ഇന്നാള് ഫോൺ വരുന്നുണ്ട്, ഇന്നാള് വിളിക്കുന്നുണ്ട്, ഇന്നാള് വരുന്നുണ്ട്, എന്താ ചെയ്യാ എന്താ പറയാ എന്നുള്ള ഒരു സ്ട്രെസ്സായിരിക്കും മൊത്തത്തില്. നേരെ മറിച്ച് നമ്മളത് വളരെ പക്വതയോടുകൂടി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുന്നതോടുകൂടി നമ്മൾക്ക് ആദ്യം ഉണ്ടാവുന്നത് വലിയൊരു സ്ട്രെസ് റിലീഫാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് ആരോടാണോ പറയുന്നത് അവര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നുള്ളതാണ്. അവരുടെ പ്രാർത്ഥന നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അപ്പൊ നമ്മളെപ്പോഴും അതൊന്ന് അത് പെട്ടെന്നൊന്നും നമുക്ക് ഇതിനെ ആക്സെപ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളത് നന്നായിട്ടിരുന്ന് ആലോചിച്ചതിന് ശേഷം നമ്മൾ എന്താക്കുക, നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഒരു സിറ്റുവേഷൻ, എന്താ സംഭവിക്കാൻ പോകുന്നത്. അതായത് ആ പറയുക എന്നുള്ളത് ചെറിയൊരു നിമിഷം മാത്രം വേണ്ടി വരുന്ന ഒരു കാര്യമാണ്. എനിക്ക് ഇങ്ങനെ ഒരു പ്രയാസമുണ്ട്, അല്ലെങ്കിൽ ഇന്നയാൾക്ക് ഇന്നൊരു പ്രയാസമുണ്ട്, നീ പ്രാർത്ഥിക്കണേ എന്ന് പറയുന്നത് അത് ചെറിയൊരു നിമിഷത്തെ കേസാണ്. നേരെ മറിച്ച് നമ്മൾ അത് മൂടി വെക്കുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു പ്രോസസ്സാണ്. അത്രയും നാളുകൾ നമ്മൾ എന്താണ് അതിന്റെ പിന്നില് ഭയങ്കരമായിട്ട് സംഘർഷം അനുഭവിക്കേണ്ടി വരും. ഭയങ്കര സ്ട്രെസ്സോട് കൂടിയേ അതിനെ അങ്ങനെ ഒളിച്ചു വെക്കാൻ പറ്റുള്ളൂ. അപ്പോ ഇന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കട്ടെ, ഇന്നിപ്പോ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് എത്രത്തോളം ആളുകൾക്ക് അതിൽ മാറ്റി വെക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്രത്തോളം അത് വേണ്ട, എനിക്ക് ഉപയോഗിക്കേണ്ട എന്ന് പറയാൻ പറ്റൂല. അത് വളരെ ഇല്ല, അങ്ങനെയൊന്നും ആളുകൾക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല. അപ്പൊ ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ചെറിയ രീതിയിൽ എന്താണ് അതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഒന്നിങ്ങനെ കുറച്ചൊന്ന് ബെറ്ററായി വരുന്ന സമയത്തായിരിക്കും ഒന്ന് ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് കാണാം, എന്തെങ്കിലും ഒന്ന് വായിക്കാം, എന്തെങ്കിലും ഒന്ന് കേൾക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടൊന്ന് ഫോൺ എടുക്കുന്നത്. അപ്പോഴായിരിക്കും കുറേ മെസ്സേജുകൾ കാണാം. ചിലപ്പോൾ ഫ്രണ്ട്സിന്റെ ആയിരിക്കും, ചിലപ്പം ഫാമിലിൻ്റെതായിരിക്കും. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമ്മളിത് പറയാത്ത അവസ്ഥയിലാണെങ്കിൽ പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം ആ ഫോൺ നോക്കാൻ പറ്റൂല, വാട്സപ്പ് തുറക്കാൻ പറ്റൂല. ഒരു കോള് വരുമ്പോ എന്താണ് മനസ്സിൽ നിന്നൊരു വെപ്രാളായിരിക്കും ഉണ്ടാവുക. ഈ പറയുന്ന എല്ലാ സ്ട്രെസ്സും, ഈ പറയുന്ന വെപ്രാളായിക്കോട്ടെ, ആശങ്കയായിക്കോട്ടെ, ആരെങ്കിലും വിളിക്കുമ്പോൾ ഒരു ഞെട്ടലായിക്കോട്ടെ, ഈ സാധനങ്ങളൊക്കെ നമുക്കുള്ള ഹീലിങ്ങിന് ഭയങ്കരമായിട്ട് തടസ്സം സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ്. നേരെ മറിച്ച് നമ്മളത് ഓപ്പണായിട്ട് പറയുന്നതോടുകൂടി ആര് വിളിക്കുമ്പോഴും ആര് നമുക്ക് മെസ്സേജ് അയക്കുമ്പോഴും അതിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന് നമ്മൾ റെസ്പോണ്ട് ചെയ്യുമ്പം നമ്മുടെ മനസ്സെന്താവുകയാണ്, അത്രയും പീസ്ഫുൾ ആവുകയാണ്. അതെന്താവും നമുക്ക് നമ്മൾ അതിനെ സ്വീകരിക്കാൻ കാണിക്കുന്നതും അതേപോലെ തന്നെ നമ്മൾ അവരോട് സംസാരിക്കുന്നതും, ഈ രണ്ട് സാധനങ്ങളും എന്താണ് നമ്മുടെ ഹീലിങ്ങിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അതേപോലൊരു സംഗതിയാണ് നമ്മുടെ അടുത്തേക്ക് വരുന്ന ആളുകൾ. അതായത് നമുക്ക് ഇത്തിരി ബെറ്റർ ആണ്, കുഴപ്പമൊന്നുമില്ല, അവളെ കാണാം അല്ലെങ്കിൽ അവനെ കാണാം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഫാമിലി, നമ്മുടെ സൗഹൃദങ്ങളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരും അല്ലേ. അങ്ങനെ വന്നു കഴിഞ്ഞാലും അവരെന്താക്കുക, ഏറ്റവും സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും അവരോട് അങ്ങോട്ട് ശരിക്കും വർത്തമാനങ്ങൾ പറയുക. അതായത് നമ്മൾ അവരുടെ സിമ്പതി, പല റേഞ്ചിലുള്ള ആളുകളായിരിക്കുമല്ലോ. അപ്പൊ വരുമ്പം പല രീതിയിലുള്ള സംസാരങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പൊ അവര് സിമ്പതി ആയിട്ട് എന്തെങ്കിലും ഇങ്ങോട്ട് പറയും മുന്നേ നമ്മൾ എന്താക്കണം, നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് പറയണം. ഇത് എത്രയും പെട്ടെന്ന് വേഗത്തിൽ എല്ലാ ആളുകൾക്കും കഴിയും എന്നുള്ളതൊന്നുമല്ല. പരമാവധി നമ്മൾ എന്താക്കണം, നമ്മൾ ഈ ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ അങ്ങനെ മാറ്റിയെടുക്കണം. അപ്പൊ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാല് അവിടെ നമുക്ക് ആ ആളുകളിൽ നിന്നുള്ള ഏതെങ്കിലും സിമ്പതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും നമുക്ക് അനുഭവിക്കേണ്ടി വരില്ല. രണ്ടാമെന്ന് പറഞ്ഞാൽ അവരെ ഏറ്റവും സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും അവരോട് ഏറ്റവും സന്തോഷത്തോടു കൂടി സംസാരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതെന്താണ് നമ്മുടെ ഹീലിങ്ങിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഞാൻ എൻ്റെ ഇവിടെ വന്നു പോകുന്ന ഫ്രണ്ട്സ് 2 മാസമായിട്ട് എല്ലാ ദിവസവും ഇവിടെ ആളുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ആളുകളോട് അത് മെയിൻ ആയിട്ട് വരുന്നത് ഫ്രണ്ട്സ്, സ്റ്റുഡൻസ്. ഇവരോട് ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്നത് വന്ന് ഇരുന്ന് എന്നോട് സംസാരിച്ചിട്ട് പോകുമ്പം
എനിക്ക് കിട്ടുന്ന ഒരു റിലാക്സേഷൻ എന്ന് പറയുന്നത് അതിന്റെ അങ്ങേ അറ്റത്താണ്. അതായത് അവർ അങ്ങനെ എന്നോട് സംസാരിക്കുമ്പം, എന്നോട് ആശ്വാസ വാക്കുകൾ പറയുമ്പം, അവർ എന്നെ സമാധാനിപ്പിക്കും. എനിക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ അതൊക്കെ എൻ്റെ ഒരു ഹീലിംഗ് മൊമെന്റ്സ് ആയിട്ടാണ് എനിക്ക് എപ്പോഴും അനുഭവപ്പെടാറുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ആരെങ്കിലും വന്ന് എൻ്റെ അടുത്ത് ഇരുന്ന് കുറച്ച് വർത്തമാനങ്ങൾ പറയുമ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷവും ഭയങ്കര ഒരു റിലാക്സേഷനും ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മളെ അടുത്തേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താക്കുക, അവരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും നമ്മുടെ കാര്യങ്ങൾ അവരോട് പറയുകയും ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അവർക്ക് അതിലൂടെ നമുക്ക് കൊടുക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇങ്ങനെ ചെയ്തോട്ടാ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തോട്ടാ, അതൊക്കെ നമ്മൾ എന്താക്കുക, സന്തോഷത്തോടു കൂടി നമ്മൾ പറയുക. ഇനി പിന്നെ വിസിറ്റ് ചെയ്യുന്ന ആളുകളോട് പറയാനുള്ള പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അല്ലെ. രോഗിയെ സന്ദർശിക്കുക എന്ന് പറയുന്നത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ് അല്ലെ. ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിം, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യത. അങ്ങനെ സന്ദർശിക്കുമ്പോൾ പൊതുവേ നമ്മളെ കുറിച്ചിട്ട് മൊത്തത്തിൽ പറയുന്ന സംഗതികളാണെന്ത്. ഒരു രോഗിയെ കാണാൻ പോയി കഴിഞ്ഞാൽ ഉള്ള നെഗറ്റീവ് മുഴുവൻ പറയാ. എൻ്റെ ഇത്താത്താക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു, എൻ്റെ കസിൻ്റെ ഇങ്ങനെ ഉണ്ടായിരുന്നു, എന്തോ ഒരു ഗുണം ഉണ്ടായിട്ടില്ല, ഇന്ന് ഹോസ്പിറ്റലിൽ പോയി, മറ്റേടത്ത് പോയി, പക്ഷെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്ന് പറയും. അതും അല്ലെങ്കിൽ ഈ പേഷ്യന്റിനെ കണ്ട ഉടനെ പറയും, ഓ പിന്നെ എങ്ങനെ ഉണ്ടായിരുന്ന ആളായിരുന്നു, എന്തോ ഒരു നിറായിരുന്നു, എന്തോ ഒരു വണ്ണായിരുന്നു, ഇപ്പൊ നോക്കിയാട്ടെ കോലം തന്നെ മാറിപ്പോയി. ഈ തരത്തിലുള്ള പല ഭാവപ്രകടനങ്ങളുമായിട്ടായിരിക്കും നമ്മൾ പോവുക. ചെയ്യരുത്. നമ്മളൊരു രോഗിയെ സന്ദർശിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ മനസ്സിൽ നമ്മളെ ഒന്ന് ട്രെയിൻ ചെയ്യുക. അവിടെ പോയിട്ട് ഞാൻ എന്താ പറയേണ്ടത്. ഏറ്റവും മെയിൻ ആയിട്ട് നമ്മൾ പറയേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. രണ്ടാമത്തേത്, മാറിയ കുറേ അനുഭവങ്ങൾ ഉണ്ടാവും നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ. ഇത്തരം അസുഖങ്ങളൊക്കെ മാറിയ കുറേ അനുഭവങ്ങൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതോ നമ്മൾ കണ്ടിട്ടുള്ളതോ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവും. ഈ സംഗതികൾ വേണം നമ്മൾ അവരുടെ അടുത്ത് പോയിട്ട് പറയാൻ. എൻ്റെ ഒരു ഫ്രണ്ടിന് ഉണ്ടായിരുന്നടാ, അത് ഒരു ട്രീറ്റ്മെന്റുകളിലൂടെ തന്നെ അതങ്ങ് ശരിയായി, കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ, അതങ്ങ് പെട്ടെന്ന് ഹീലായി, ഇപ്പൊ അതാ അവള് ജോലിക്ക് പോകുന്നുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. ഇതുപോലെ വേണം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ. ഇനി അങ്ങനെ പറഞ്ഞു കൊടുക്കാനൊന്നും കഴിയുന്നില്ല, അങ്ങനത്തെ അനുഭവങ്ങളൊന്നും ഇല്ല എങ്കിൽ നമ്മൾ മിണ്ടാണ്ടിരിക്കുക. ഫലിയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ഒന്നുകിൽ നല്ലത് പറയുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ ഇവിടെയും പാലിക്കുക. നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് നന്മയൊന്നും പറയാനില്ല എങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കുക, എന്നിട്ട് നമ്മൾ എന്താക്കുക, മിണ്ടാണ്ടിരിക്കുക. അപ്പോൾ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറഞ്ഞത്. ഒന്ന്, നമുക്ക് ഇല്ലാത്ത രോഗങ്ങൾ ഉണ്ടെന്ന് ഒരു തോന്നലുണ്ടാവും. ആ സാധനത്തെ നമ്മൾ ഇങ്ങനെ എല്ലാവരോടും പറയാതിരിക്കുക. അതൊരു നെഗറ്റീവ് ടോക്കാണ്, നെഗറ്റീവ് സെൽഫ് ടോക്കാണ്. അത് ആദ്യം വരുന്നത് മറ്റുള്ളവരോട് പറഞ്ഞു എന്നതിനേക്കാളും നെഗറ്റീവ് സെൽഫ് ടോക്കാണ്. അത് നമ്മളെ ഭയങ്കരമായിട്ട് ബാധിക്കും. നമുക്കില്ലാത്ത അസുഖം തന്നെ എനിക്കുണ്ട് എന്ന് എൻ്റെ ബ്രെയിനിന് തോന്നും. അതുകൊണ്ട് ആ സാധനം നിർത്തുക. രണ്ടാമത്തേത്, ഈ പറയുന്ന ക്രോണിക് ഡിസീസ് എന്തെങ്കിലും അല്ലെങ്കിൽ മേജർ ട്രീറ്റ്മെന്റുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എങ്കിൽ അതിങ്ങനെ ഒളിച്ചു വെക്കുന്നതിന് പകരം നമ്മൾ എന്താക്കുക, നമ്മുടെ ഫാമിലിയോട്, നമ്മുടെ സൗഹൃദങ്ങളോടൊക്കെ വളരെ പക്വതയോടുകൂടി നമ്മളത് പറയുക. ആ പറയുന്നതോട് കൂടി വലിയൊരു സ്ട്രെസ് റിലീഫാണ് നമുക്ക് ഉണ്ടാവുന്നത്. രണ്ടാമത്തേത്, അവരിൽപ്പെട്ട ആളുകളിൽ നിന്ന് നമുക്ക് എന്താണ്, വലിയൊരു പ്രാർത്ഥന തീർച്ചയായിട്ടും ഉണ്ടാകും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, രോഗികളെ കാണാൻ പോകുന്ന ആളുകളോടാണ്. നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്ന ആളുകളാണ് എങ്കിൽ ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവരോട് നമ്മൾ എന്താക്കുക, അസുഖങ്ങൾ മാറിയ കഥകൾ, അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് മാത്രം പറയുക. ഇല്ല എങ്കിൽ മിണ്ടാതിരിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.